നമ്മുടെ കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ മെഴുകുതിരി വിൽക്കപ്പെടുന്നത് പോപ്പുലർ ക്യാൻഡിൽസ് ആണല്ലോ. നമ്മൾ പലപ്പോഴും ബ്രാൻഡുകൾ ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഈ പോപ്പുലർ ബ്രാൻഡ് നിർമ്മിക്കുന്നത് എറണാകുളം ഭാഗത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഹൃദ്യത വളരെ വലുതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്റെ കൂട്ടത്തിലുള്ള സഹവൈദികൻ ഈ ഒരു കമ്പനിയിലെ മുതലാളിയുമായിട്ടുള്ള നല്ല ഒരു ബന്ധം, ആ ബന്ധത്തിൽ നിന്നാണ് ഈ ഒരു കമ്പനി സന്ദർശിക്കുവാനായിട്ട് എനിക്ക് ഇടവന്നത്. ആ ഒരു വൈദികനെ ഞാൻ പ്രത്യേകമായിട്ട് നന്ദിപൂർവ്വം ഈ അവസരത്തെ ഓർമ്മിക്കുകയാണ്. ഇത് പോപ്പുലർ ക്യാൻഡിൽസിന്റെ ഔട്ട്ലെറ്റ് ആണ്. ഇവിടെ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യുവാൻ സാധിക്കും. പ്രധാനമായിട്ടും പള്ളിയിലേക്കുള്ള മെഴുകുതിരി വാങ്ങിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും ഒപ്പം ഈ ഒരു ഫാക്ടറി കയറി കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എറണാകുളത്തേക്കുള്ള യാത്ര ഞങ്ങൾ ആരംഭിച്ചത്. മദർ തെരേസ കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു വലിപ്പമേറിയ പോപ്പുലർ ക്യാൻഡിലാണ് കത്തിച്ചത് എന്നുള്ളതും കൂടി ഇവിടെ ഫോട്ടോയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഈ ഒരു മുറിയിൽ മുഴുവനും ഇത്തരണത്തിൽ ഫേമസ് ആയിട്ടുള്ള മെഴുകുതിരിയുടെ ഒരു പ്രദർശനം നമുക്ക് കാണുവാൻ സാധിക്കും. ഫേമസ് ആയിട്ടുള്ള ദേവാലയങ്ങളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വലിയ മെഴുകുതിരികൾ, വലുതും ചെറുതുമായിട്ടുള്ള ഒത്തിരിയേറെ മെഴുകുതിരികളുടെ വലിയ ഒരു നിർമ്മാണം ഇവിടെ നടക്കപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടും വിദേശ രാജ്യങ്ങളിലേക്കാണ് ഇന്ന് പോപ്പുലർ ക്യാൻഡിലുകൾ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തപ്പെടുന്നത്. എന്നെ ഈ ഒരു ഫാക്ടറിയിലേക്ക് ആനയിച്ച എന്റെ സുഹൃത്ത് വൈദികൻ ഉള്ളതിന്റെ പേരിൽ മാത്രമാണ് ഈ ഒരു വീഡിയോ ചിത്രീകരണം പോലും എനിക്ക് നടത്തുവാൻ സാധിച്ചിരിക്കുന്നത്. ഞങ്ങൾ ചെന്ന അവസരത്തിൽ ഈ ഒരു ഫാക്ടറിയുടെ പ്രധാന ആള് ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഈ ഒരു വൈദികനോടുള്ള വലിയ സ്നേഹത്തെ പ്രതി വീട്ടിലേക്ക് പ്രത്യേകമായി ക്ഷണിക്കുകയും ഒരു കപ്പ് കാപ്പി കുടിച്ചതിന് ശേഷമാണ് എറണാകുളത്ത് നിന്ന് തിരികെയുള്ള യാത്ര പോലും ഞങ്ങൾ നടത്തിയത്. അത്രമാത്രം ഹൃദ്യമായ ഒരു സ്വീകരണം ഈ ഒരു ഷോപ്പിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ലഭ്യമാവുകയാണ്. ഓണത്തിനോട് അനുബന്ധിച്ചുള്ള പ്രത്യേക സ്പെഷ്യൽ ക്യാൻഡിലുകളും ഇവിടെ നമുക്ക് ലഭ്യമാണ്. അതിന്റെ ഒരു ചിത്രീകരണം കൂടി ഞാൻ പ്രധാനമായിട്ടും നടത്തുകയാണ്. ഓണവുമായി ബന്ധപ്പെട്ട ഓരോ രീതിയിലുമുള്ള സ്പെഷ്യൽ ക്യാൻഡിലുകൾ, അതും ഓണവുമായി ബന്ധപ്പെട്ട ഓരോ രീതിയിലുള്ള വസ്തുക്കളുമായി ബന്ധപ്പെട്ടാണ് ഈ തിരികളുടെ എല്ലാം നിർമ്മിതികൾ നടത്തിയിരിക്കുന്നത്. അത് എന്നെ ഏറെ ആകർഷിച്ചതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് വീഡിയോയിൽ പകർത്തണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടി വീഡിയോ ഞാൻ ചലിപ്പിക്കുകയായിരുന്നു. വ്യത്യസ്ത ഇനങ്ങളിലുള്ള ക്യാൻഡിലുകൾ മാത്രമല്ല, ക്യാൻഡിലുകൾ ഉറപ്പിച്ചു നിർത്തുവാനുള്ള പ്രത്യേക തരത്തിലുള്ള ക്യാൻഡിൽ സ്റ്റാൻഡുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അത് വിദേശ രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുകയാണ്. ആദ്യ കുർബാനയ്ക്ക് വേണ്ട വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ക്യാൻഡിലുകളും ഇവിടെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ബൃഹത്തായ ക്യാൻഡിൽ ശേഖരണങ്ങൾ മുഴുവനും വിവിധ ഇനത്തിലുള്ള നല്ല സ്മെല്ലോട് കൂടിയ ക്യാൻഡിലുകളാണ്. ഇത്തരത്തിലുള്ള ക്യാൻഡിലുകൾ കൂടുതലും വിൽക്കപ്പെടുന്നത് വിദേശ രാജ്യങ്ങളിലാണ് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. എന്നെ ഈ ഫാക്ടറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന വൈദികനുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങൾക്കെല്ലാവർക്കും 2 ക്യാൻഡിൽ വീതം, അതും വിദേശ രാജ്യങ്ങളിലേക്ക് മാത്രം കയറ്റി അയക്കുന്ന സ്പെഷ്യൽ ക്യാൻഡിലുകൾ ഞങ്ങൾക്കായി സമ്മാനമായിട്ട് നൽകുകയുണ്ടായി. അതും ഈ അവസരത്തിൽ ഞാൻ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ്. വ്യത്യസ്ത ആകൃതിയിലും വ്യത്യസ്ത ഇനങ്ങളിലും വ്യത്യസ്ത വലുപ്പത്തിലുമൊക്കെയുള്ള ഒത്തിരിയേറെ ക്യാൻഡിലുകളുടെ വൻ ശേഖരം, അതും വിവിധ ഇനങ്ങളിൽപ്പെട്ട ക്യാൻഡിലുകൾ, അതും വിവിധ സ്മെല്ലോട് കൂടിയ ക്യാൻഡിലുകൾ. ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് ഈ ഔട്ട്ലെറ്റിൽ നിന്ന് അത് ബൾക്കായിട്ടോ അല്ലെങ്കിൽ ചെറിയ രീതിയിലോ ഒക്കെ വാങ്ങിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഔട്ട്ലെറ്റിന്റെ മാത്രം വലിയ പ്രത്യേകത. വലിയൊരു അതിശയത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചിത്രീകരണം പോലും ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ കണ്ടുവന്നിരിക്കുന്നത് ചെറിയ പാക്കറ്റുകളിലുള്ള സാധാരണ പോപ്പുലർ ക്യാൻഡിലുകൾ മാത്രമാണെങ്കിൽ, ഇതാ ഇവിടെ വന്നു കഴിയുമ്പോൾ വിവിധ വലുപ്പത്തിലും വിവിധ രീതിയിലുമുള്ള നല്ല സ്മെല്ലോട് കൂടിയുള്ള ഒത്തിരിയേറെ ക്യാൻഡിലുകളുടെ വലിയ ശേഖരം. ഇതാ മാതാവിന്റെ രൂപം പോലും വച്ചിരിക്കുന്ന ഈ ഒരു ക്യാൻഡിൽ എന്നെ ഏറെ ആകർഷിക്കുകയുണ്ടായി.